വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, അപ്പൊ നമ്മളിപ്പോ എക്സാമിന്റെ ഒക്കെ ഒരു തിരക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മളെ ഫിസിക്സിൽ നമുക്ക് എക്സാമിന് പഠിക്കാനുള്ളത് 2 ചാപ്റ്റേഴ്സ് ആണ്, ഫ്രിക്ഷനും അതുപോലെ ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെ. അപ്പം ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ഉണ്ട് അല്ലെ. അത് ഡിസ്കസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. കാൽക്കുലേറ്റ് ദ പ്രഷർ പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫോഴ്സ് ഓഫ് 800 ന്യൂട്ടൺ ആക്ടിംഗ് ഓൺ an area 2 meter square. ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് നന്നായിട്ട് വായിച്ചു നോക്കണം. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഹിന്റുകളൊക്കെ അങ്ങോട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. എന്നിട്ട് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് എടുത്തെഴുതി വെക്കണം കേട്ടോ. അപ്പൊ അതൊരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ല. ഫോഴ്സ് is equal to 800 ന്യൂട്ടൺ. പിന്നെ എന്താ തന്നിരിക്കുന്നത്? A is equal to 2 meter square. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ പ്രഷർ അല്ലെ. പ്രഷർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ പ്രഷറും ഏരിയയും ഫോഴ്സും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ്? പ്രഷർ is equal to എന്താണ്? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ അല്ലെ. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ടാകുമ്പോ പിന്നെ ജസ്റ്റ് കൊടുത്താൽ പോരെ. സോ പ്രഷർ is equal to ഫോഴ്സ് എത്രയാണ് ഇവിടെ? 800 ഡിവൈഡഡ് ബൈ ഏരിയ എത്രയാണ്? 2 ആണ്. സോ 800 by 2 നമുക്ക് കിട്ടും 400 എന്ന് മാത്രം എഴുതി കൊടുത്താൽ പറ്റുമോ? പറ്റില്ല. നമ്മൾ പ്രഷറിന്റെ യൂണിറ്റും കൂടെ ഇവിടെ കൊടുക്കണം. ദ യൂണിറ്റ് ഓഫ് പ്രഷർ ഇസ് പാസ്കൽ അല്ലെ. എന്താണ്? പാസ്കൽ. അപ്പൊ അത് സെറ്റായി അല്ലെ. 2 മാർക്ക് നമുക്ക് അവിടെ ഈസി ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദ പ്രഷർ ഓഫ് എ ഗ്യാസ് കണ്ടെയ്ൻഡ് ഇൻ എ സിലിണ്ടർ വിത്ത് എ മൂവബിൾ പിസ്റ്റൺ ഈസ് 300 പാസ്കൽ. ഓക്കെ, എന്താ അവിടെ തന്നിട്ടുള്ളത്? പ്രഷർ തന്നിട്ടുണ്ട് അല്ലെ. പ്രഷർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? പ്രഷർ is equal to 300 പാസ്കൽ അല്ലെ. ഓഫ് ദ പിസ്റ്റൺ ഈസ് അതിന്റെ ഏരിയ തന്നിട്ടുള്ളത്. ഏരിയ ഓഫ് ദ പിസ്റ്റൺ ഈസ് 0.5 മീറ്റർ സ്ക്വയർ എന്ന് നമ്മളോട് പറയുന്നുണ്ട്. സോ ഏരിയ is equal to 0.5 മീറ്റർ സ്ക്വയർ അല്ലെ. ഇവിടെ ഹൈഫൺ ആട്ടോ. ദ ഏരിയ ഓഫ് ദ പിസ്റ്റൺ ഈസ് 0.5 മീറ്റർ സ്ക്വയർ. കാൽക്കുലേറ്റ് ദ ഫോഴ്സ് ദാറ്റ് ഈസ് എക്സേർട്ടഡ് ഓൺ ദ പിസ്റ്റൺ. ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പൊ നമ്മൾ ആകെ കൺഫ്യൂഷൻ ആവും. എന്റെ ദൈവമേ, എനിക്ക് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മാത്രമേ അറിയുള്ളൂ, അതിൽ ഞാൻ എങ്ങനെ ഫോഴ്സ് കണ്ടുപിടിക്കാം? അതൊന്നും ഒരു ടെൻഷനും അല്ല കേട്ടോ. P is equal to എന്താണ്? F/A എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ. ഈ ഒരു ഇക്വേഷനിൽ നിന്നും എന്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മളോട് ഈ ഇക്വേഷനിൽ നമ്മളോട് ചോദിക്കുകയാണ് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞതെങ്കിൽ എന്ത് ചെയ്താൽ മതി? എന്താ നമ്മൾ ചെയ്യുക? ഇവിടെയുള്ള ഏരിയനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി അല്ലെ. അപ്പം ഇവിടെയുള്ള ഏരിയ ഡിവൈഡഡ് ബൈ എ ആണല്ലോ. അപ്പൊ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ? ഡിവൈഡഡ് ബൈ ഉള്ളത് എന്താകും? ഇൻറ്റു ആകും. സോ F is equal to A into P എന്നായിരിക്കും കേട്ടോ. ഇനി നമ്മളോട് ചോദിക്കുക ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ഏരിയനെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് പ്രഷറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പൊ ഏരിയ is equal to F/P എന്ന് നമുക്ക് കിട്ടും അല്ലെ. അങ്ങനെ എല്ലാ ഇക്വേഷനും എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചു വെക്കണം. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫോഴ്സ് ആണ്. സോ ഫോഴ്സ് is equal to പ്രഷർ ഇൻറ്റു ഏരിയ. സോ സിമ്പിൾ അല്ലേ. ഇവിടെ പ്രഷർ എത്രയാണ്? 300. ഏരിയ എത്രയാണ്? 0.5. അപ്പോൾ 300 into 0.5 നമുക്ക് 1/2 എന്ന് എഴുതാം അല്ലെ. അപ്പൊ 300 ക്യാൻസൽ. ഇപ്പൊ കട്ടാക്കുമ്പോൾ നമ്മൾക്ക് കിട്ടത്രയാണ് 150 എന്ന് കിട്ടൂ അല്ലെ. ഇവിടെ 150 എന്ന് മാത്രം എഴുതിയാൽ കൊടുത്താൽ പോരാ, പറ്റില്ല അല്ലെ. പറ്റൂല അല്ലെ. എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഫോഴ്സ് ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ ഫോഴ്സിന്റെ യൂണിറ്റും കൂടെ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കണം. സോ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ. സിമ്പിൾ അല്ലെ. എത്ര സിമ്പിൾ ആയിട്ട് നമ്മൾ. അപ്പൊ ഇനി ഇത് റിലേറ്റഡ് ആയിട്ട് എന്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതി കൊടുക്കണം. ഈ ഒരൊറ്റ ഇക്വേഷൻ P is equal to F/A എന്ന് പറയുന്ന സുന്ദരമായിട്ടുള്ള ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി അല്ലെ. അപ്പൊ അത്ര സിമ്പിൾ ആണ്. ആരും ഇനി ഇത് വിടാൻ പാടില്ല കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ എല്ലാവരും ഈ വീഡിയോന്റെ താഴെ എന്ത് ചെയ്യണം? ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഇങ്ങനെ അയക്കണം കേട്ടോ. അപ്പൊ ഞാൻ നോക്കും നിങ്ങൾ എത്ര പേർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത്. സോ എക്സാം ഒക്കെ നന്നായിട്ട് എഴുതാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു സോ മച്ച്.